പക്ഷെ 16 ലക്ഷത്തിന്റെ PR ഇല്ല. അപ്പൊ PR ഉണ്ട്. PR ഉണ്ട്, അവള് പറഞ്ഞ സത്യമാണ്. PR ഉണ്ട്. അത് സംഭവിച്ചു. ഓഫ്കോഴ്സ് ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ആവശ്യമുണ്ട്. നമുക്ക് മാത്രമായിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് എല്ലാവർക്കും നമ്മുടേതായ ഓരോരോ ജോലികളുണ്ട്. അപ്പൊ അത് കോൺസെൻട്രേറ്റ് ചെയ്ത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിട്ട് ഒരു കോപ്പറേറ്റ് ഇഷ്യൂ കാര്യങ്ങളും വരാതെ നോക്കാൻ ടെക്നിക്കൽ പരമായിട്ട് ഒരാളെ ഏൽപ്പിച്ചാലേ പറ്റുള്ളൂ. അതുകൊണ്ട് അതില്ല നമ്മൾ പറയത്തില്ല. അപ്പൊ നമ്മൾ കേട്ടിരിക്കുന്നു 16 ലക്ഷത്തിന് അനു കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ അതുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, ഒരിക്കലും കാശിന്, അവള് കാശിന് വേണ്ടി അവിടെ പോയത്, ഫെയിമിന് വേണ്ടി അല്ല. അപ്പൊ ഇത്രയും രൂപ കൊടുത്ത് അവിടെ പോയി നിൽക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ പറഞ്ഞ് നമ്മളിപ്പോ ഒരു വോട്ട് ചോദിച്ചാൽ പോലും പറയും 16 ലക്ഷത്തിന്റെ PR ഉണ്ട്, ഇനി എന്തിനാ വോട്ട്. ഇപ്പൊ ചോദിക്കാൻ വയ്യാത്ത അവസ്ഥയായി. ഇപ്പൊ ഫ്രണ്ട്സിന്റെ കൂടെ ആയാലും റിലേറ്റീവ്സിന്റെ കൂടെ ആയാലും അങ്ങനത്തെ സിറ്റുവേഷനാ. ഒരു വിഷമമുണ്ടായി. അതെ അതെ, നമ്മളിപ്പോ വോട്ട് ഇപ്പൊ ലാസ്റ്റ് ഡേ അല്ലേ, ഇപ്പം ഫ്രണ്ട്സിനായാലും റിലേറ്റീവ്സിനായാലും വോട്ടിന് വിളിക്കുന്നപ്പം കുറെ പേര് ഇങ്ങനെ ചോദിക്കും 16 ലക്ഷത്തിന് PR കൊടുത്തേക്കല്ലേ. എനിക്കറിയില്ല 16 ലക്ഷത്തിന് PR കൊടുത്താൽ വോട്ട് കിട്ടുമെന്നുള്ളത്. അത് എവിടെ കിട്ടിയെന്ന് അറിയില്ല ഇങ്ങനെ ഒരു വാക്ക് 16 ലക്ഷത്തിന്. അതെങ്ങനെയാണ് അവള് വന്നാലേ കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റും. അത് എങ്ങനെയാണ്, എന്താണ്, ആര് പറഞ്ഞതാണ്, എങ്ങനെയാണ് കറക്റ്റ് കാര്യം. അവള് വന്നാലേ അത് കറക്റ്റ് കാര്യം നമുക്ക് അറിയാൻ എന്താണ് സംഭവിച്ചെന്നുള്ളത്. 16 ലക്ഷത്തിന്റെ PR ആരെങ്കിലും സമീപിച്ചിട്ടുണ്ടോ, ഇപ്പൊ നമ്മൾ അറിയാതെ ആരെങ്കിലും അത് പറഞ്ഞതാണോ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോയവരാരെങ്കിലും പറഞ്ഞതാണോ, അത് പറഞ്ഞ ആള് കള്ളം പറഞ്ഞതാണോ എന്നുള്ളത് അവള് വന്നാലേ എനിക്ക് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ.